തൃശൂർ മാളയിൽ പള്ളി വികാരിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും വ്യാപാരിയെയും കുടുംബത്തെയും മർദ്ദിക്കുകയും ചെയ്ത കേസിൽ 4 പേർ ഒളിവിൽ. മാള തിരുമുക്കുളം സ്വദേശികളായ ഡേവിസ്, ലിനു, ഷൈജു ലിൻസൺ എന്നിവരാണ് ഒളിവിൽ പോയത്. ക്രിസ്മസിനോടനുബന്ധിച്ച് തിരുമുക്കുളം പള്ളിയിൽ സ്ഥാപിച്ച ട്രീയിലും നക്ഷത്രങ്ങളിലും വെളിച്ചം കുറവാണെന്നാരോപിച്ചാണ് പ്രതികൾ ചേർന്ന് പള്ളി വികാരി ആന്റണി പറമ്പത്തുമായി വാക്കുതർക്കത്തിലേർപ്പെട്ടത്. പ്രദേശവാസികളും ഇടവക അംഗങ്ങളുമായ പ്രതികൾ പുരോഹിതനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നത് കണ്ട് തടയാനാണ് സമീപവാസിയായ ആന്റണി എന്ന ആന്റപ്പൻ എത്തിയത്. പുരോഹിതന്റെ വാഹനത്തിന്റെ താക്കോൽ ഊരിയെടുത്ത് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച പ്രതികൾ ആന്റണി എത്തിയതോടെ ഇയാൾക്ക് നേരെ തിരിഞ്ഞു. പിന്നെ പ്രതികൾ സംഘം ചേർന്ന് ആന്റണിയെയും തടയാനെത്തിയ ഭാര്യയും മക്കളെയും മർദ്ദിച്ചു. ഒരു കാര്യം പറയാനുണ്ട്. ക്രിസ്മസിന് ലൈറ്റ് ഉണ്ടായില്ല, പള്ളി പറയാനോ പള്ളി പറയാനല്ലോ, ഇവിടെ നിന്ന് പറയാനാണ് ഞങ്ങൾ വന്നേക്കണം. അത് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അസഭ്യം പറഞ്ഞു തുടങ്ങി. ഇത് കഴിഞ്ഞ് ഭീഷണിയായി. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കാലത്ത് താക്കോൽ വിളിക്കാൻ നോക്കി. അപ്പം ഞാൻ കയറി പിടിച്ചു, ഇനി കളി മാറൂട്ടെന്ന് പറഞ്ഞു. അപ്പോൾ തെക്കും വന്നുകൂടി ഇപ്പോൾ കടയിൽ നിന്ന് ആൻ്റെ ഇറങ്ങി വന്നിട്ട് വഴക്കുണ്ടാക്കേണ്ട ചപ്പോൾ കോട്ടയെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ അങ്ങേരെ തല്ലി നിൽക്കാൻ താഷ്ടം വെച്ചിട്ട് അങ്ങേരെ ടാറ്റർ റോട്ടിൽ തള്ളിയിട്ട് മാത്രം പീഡിപ്പിക്കുകയും ചെയ്തു. ഞാൻ കടയിൽ കയറി പല നശിപ്പിച്ചു, ആയുധങ്ങളായിട്ട് തല്ലിപ്പൊളിച്ചു. അത് എപ്പോഴേക്കും മക്കൾ വന്നു, 2 മക്കൾ. അവർ ചില്ലിൻ്റെ സോഡ കുപ്പിയൊക്കെ ആയിട്ട് ആക്രമിക്കുകയും ചെയ്തു. ഫാദർ ആന്റണി പറമ്പത്തിനെ കയ്യേറ്റം ചെയ്യുന്നത് കണ്ട് തടയാനെത്തിയ തന്നെ പ്രതികൾ ക്രൂരമായി മർദ്ദിച്ചുവെന്നും ഷർട്ടിന്റെ പോക്കറ്റിൽ കിടന്ന 12,000 രൂപയും സ്വർണ്ണമാലയും അപഹരിച്ചുവെന്നും ആന്റണി നൽകിയ പരാതിയിൽ പറയുന്നു. കടയിലും വീട്ടിലും അതിക്രമിച്ചു കയറി പ്രതികൾ ആക്രമണം നടത്തിയെന്നും സാധന സാമഗ്രികൾ അടിച്ചു തകർത്തെന്നും ആന്റണിയുടെ ഭാര്യ പറയുന്നു. റോട്ടിൽ നിന്ന് കടയിലേക്ക് വന്ന് സോഡാ കുപ്പിയുടെ കേസ് ഇരിക്കണ്ടായി. അതിൽ നിന്ന് സോഡാ കുപ്പി എടുത്ത് ആ കുപ്പിയും കൊണ്ട് അടിച്ചു. അപ്പോൾ തലയ്ക്കാണ് അടിക്കാൻ പോയി. അപ്പോൾ മൂത്ത മോൻ കൈ കൊണ്ട് തടഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ കീഴുമ്പോൾ അത് കൊണ്ടിട്ട് അവിടെ ചതഞ്ഞടക്കിയാണ് കൈയ്യത്. അതിൽ ഡേവിസ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അവൻ ആ കമ്പിയോടിയും കൊണ്ട് കടയിൽ കയറി കട ആകെ തല്ലി തകർത്ത്. ശനിയാഴ്ച രാത്രി 8:30 നടന്ന സംഭവത്തിന് ശേഷം ഏറെ നേരം പ്രദേശത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ച ശേഷമാണ് പ്രതികൾ ഒളിവിൽ പോയത്. ശനിയാഴ്ച രാത്രി തന്നെ ആന്റണിയും കുടുംബവും ആശുപത്രിയിൽ ചികിത്സ തേടി. ഫാദർ ആന്റണി പറമ്പത്തിന്റെയും ആന്റണിയുടെയും പരാതിയിൽ മാള പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ അടക്കം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഒളിവിൽ പോയ പ്രതികളെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറയുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച പ്രദേശത്തെ വ്യാപാരികളും പള്ളി കമ്മിറ്റിയും പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.